വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാകുന്നു റിപ്പൽഷൻ. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്നത് കൺസർവ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്താണ് പോയിന്റ് ചാർജ് എന്ന് നോക്കാം. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ രണ്ട് ചാർജസ് ഉണ്ട്. ഈ രണ്ട് ചാർജുകൾ ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. ഈ വെച്ചിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ചാർജസിന്റെ വലിപ്പത്തേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ചാർജുകളെ പോയിന്റ് ചാർജ് എന്ന് പറയാം. ദൂരം എന്ന് പറയുന്നത് ചാർജസിന്റെ വലിപ്പത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ചാർജുകളെ നമുക്ക് പോയിന്റ് ചാർജുകൾ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൂളം ലോയിൽ വരുന്ന രണ്ട് കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് ആകുന്നു. ഫസ്റ്റ് വൺ എപ്സിലൺ സീറോ. എപ്സിലൺ സീറോയുടെ വാല്യൂ ആകുന്നു 8.85 into 10⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ⁻². 1/4π എപ്സിലൺ സീറോയുടെ വാല്യൂ ആകുന്നു 9 into 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ചാർജസിന്റെ അട്രാക്ഷന്റെയും റിപ്പൽഷന്റെയും വെക്ടർ ഫോമിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചാർജുകൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നു എന്നുള്ളത്. ദാറ്റ് ഈസ് F21 ഈസ് ഈക്വൽ ടു -F12 എന്ന് നമുക്ക് എഴുതാം. അതായത് ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ആയിക്കോട്ടെ റിപ്പൽഷൻ ആയിക്കോട്ടെ അവ ഒബേ ചെയ്യുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ആകുന്നു. ദാറ്റ് ഈസ് F12 ഈസ് ഈക്വൽ ടു -F21 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്.